ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ബേബി സ്ലീപ്പ്, ബേബീസ് ഉറങ്ങിയതിന് ശേഷമുള്ള എൻ്റെ ഒരു രാത്രി. ഇപ്പോൾ സമയം രാത്രി 1 മണിയായിട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ പോയിട്ട് ഇന്ന് ഷോപ്പ് ക്ലോസ് ചെയ്തപ്പോൾ 12:15 കഴിഞ്ഞു. ശിവ ഉറങ്ങിയിട്ടാണ് വന്നത്. ശിവനെ കൊണ്ടുവന്ന് കിടത്തിയതിന് ശേഷം കാശിക്ക് പാൽ കൊടുത്തപ്പോഴത്തേന് ഗോകുവിനെ ഗ്രോസറിയിൽ നിന്ന് വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഗോകു അങ്ങോട്ടേ. നാളെ തൊട്ട് മേ ബി ഞാൻ ന്യൂട്രീഷൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും കേട്ടോ. കാര്യം വെച്ചാൽ ഞാനൊരു കുട്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, UAE എന്ന് പറഞ്ഞുള്ളതാണ്. അപ്പോൾ അവർക്കൊരു പേജ് ഉണ്ട്. അപ്പം ഇതണക്ക് എനിക്ക് കൈക്ക് ചെറിയ പെരുപ്പുണ്ട് കേട്ടോ. രാവിലെ ഉറക്കം എനിക്ക് വണ്ണം കൂടുന്നുണ്ടാണെന്ന് എനിക്കറിയാമെന്നു. ഞാൻ ഇങ്ങനെ ആരോടും പറയാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിടയ്ക്ക് ChatGPTക്ക് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് ഇതൊന്നും കറക്റ്റ് ആയിരിക്കില്ലല്ലോ. ബട്ട് അതിനകത്ത് നോക്കിയപ്പം ഈ നാടിൻ്റെ പ്രശ്നം, ഞരമ്പിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ അങ്ങനെ വരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ ചരിഞ്ഞ് കിടക്കണം, പലതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് എനിക്ക് കൈക്ക് പെരുപ്പുണ്ട്, രാവിലെ ഉറക്കണമെങ്കിലും കൈക്ക് ഇങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ ഞങ്ങളുടെ വലിയമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തൈറോയിഡിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ വെച്ചാൽ ഒന്നി കൊളസ്ട്രോൾ, തൈറോയിഡ്, പ്രഷർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഷുഗർ, ഈ 4 എണ്ണം നിൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. തൈറോയിഡ് ഉണ്ടായിരുന്നു. ശിവയുടെയും കാശിൻ്റെയും പ്രഗ്നൻസി ടൈമിൽ പിന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, നോക്കണമെന്ന്. നാട്ടിൽ ചെന്നിട്ടൊരു ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി. ഇന്ന് ഞാനതിങ്ങനെ മൈൻഡ് ആലോചിച്ച് വെച്ചേക്കാണ്. മറ്റേ രേണുസിതിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോഴത്തേനെ മൈൻഡ് ആകെ ഡെസ്പാണ് കേട്ടോ. ആർക്കും എന്ത് എപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങോട്ട് സിറ്റുവേഷനിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ കുട്ടീസ് രണ്ടും നല്ല ഉറക്കമായി. കാച്ചുവിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചേക്കണ്ട. ഇപ്പം ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നാൽ രണ്ടും അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പുതിയ വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ, അടുത്ത് തന്നെ വേണം. ശിവ നല്ല ഉറക്കമായി. ഫുൾ ടൈം ഞാൻ കിച്ചൻ്റെ വ്ളോഗാണെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വേണ്ട കേട്ടോ, ഞാൻ നൈറ്റ് എൻ്റെ റൂട്ടീനാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത്. ഇന്നിപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫുഡ് എടുത്ത് മാറ്റി വയ്ക്കട്ടെ. പിന്നെ തീരെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ കുട്ടീസ് കിടന്ന് ഉറങ്ങുന്നു. ഉച്ചയ്ക്ക് ഞാൻ കപ്സയായിരുന്നു ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ബാലൻസ് ഉണ്ട്. ചിക്കനൊക്കെ കഴിഞ്ഞിട്ടോ, ഞാൻ 5 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതൊരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ട് ഈ വേറെ പാത്രമൊന്നും കഴുകാനൊന്നുമില്ല. തുണി കഴുകാൻ കുറച്ചേ ഉള്ളൂ. ഇന്ന് ഭയങ്കര മടി, ക്ഷീണം, അതുകൊണ്ട് ഇന്ന് കഴുകുന്നില്ല. അപ്പം ഇതെടുത്ത് മാറ്റി വെച്ചിട്ടേ, ഇന്ന് ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ, ഗ്രോസറിയിൽ ചെന്നപ്പം അവിടെ ചേട്ടന്മാരാണ് കേട്ടോ കൂടുതലുള്ളത്. ഒരു ചേട്ടനേ ഉള്ളൂ കല്യാണം കഴിഞ്ഞാണല്ലോ, എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ കേട്ടോ. അതായത് ഒരു ചേട്ടൻ, അവിടെ 5-6 സ്റ്റാഫുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ചേട്ടൻ്റെ വൈഫ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ചേച്ചി ഇന്നലെ നാട്ടിൽ പോയി. ഞങ്ങളുടെ നാട്ടുകാരാണ്, കൊല്ലംകാരാണ്. ചേച്ചി എറണാകുളം, ചേട്ടൻ കൊല്ലം. അപ്പം ചേച്ചി ഇന്നലെ നാട്ടിൽ പോയി. ചേട്ടൻ നാളെ മറ്റന്നാൾ റൂം ഷിഫ്റ്റ് ആകും. നമ്മുടെ ചേട്ടനോട് ചോദിച്ചു, ഇന്ന് വീട്ടിൽ എന്താ ഫുഡ് ഉണ്ടാക്കി. കാര്യം ഞാൻ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കൊടുത്തു വിടും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫുഡ്, ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. സോ ചെന്നുടനെ എന്നോട് ചോദിച്ചതാ, ഇന്ന് എന്താ ഉണ്ടാക്കി. ഞാൻ ചേട്ടാ ഞാൻ ഇന്ന് കപ്സയാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾ കപ്സയൊക്കെ വെച്ച് കഴിക്കും, നമ്മളെയൊക്കെ ആരും ഓർക്കാനാണെന്ന് പറഞ്ഞു. ഇത് കുറച്ചധികം ഉണ്ട്. ഞങ്ങൾ റൈസ് ഇരിപ്പുണ്ടായിരുന്നു, ചിക്കൻ ഇല്ല. ചിക്കൻ ഞങ്ങൾക്ക് 5 പേർ കൂടെ കണക്കാക്കിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ബ്രദറിന്, ഗോകുവിന്, പിള്ളേർക്ക് അങ്ങനെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു പാക്കറ്റ് സോപ്പ് പൊടി കൊടുത്തിട്ടായിരുന്നു. സോപ്പ് പൊടി പാത്രങ്ങൾ പൊടി കഴിഞ്ഞു. പിന്നെ വേറൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ വൈഫ് എവിടെയാണ്, നേപ്പാളിലുള്ളതാണ്. അപ്പം ആ കുട്ടി ദുബായിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നാളെ തൊട്ട് ആ കുട്ടി ഗ്രോസറിയിൽ ജോലിക്ക് വരുന്നുണ്ട്. അവൾ അവിടുന്ന് നിർത്തി. ഞാനോട് ഇപ്പോൾ നല്ല കൂട്ടാണ്, എനിക്കൊരു കൂട്ട് കിട്ടി. അങ്ങനെ ആ കൊച്ചിന് റൂം തിരക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഞാൻ പോകും, അവർ രണ്ടുപേരുടെ പോയിട്ടുണ്ടായിരുന്നു റൂം തിരക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും സെറ്റായില്ല. അവർക്ക് അഫോർഡബിൾ ആവുന്ന റേറ്റിന് വേണമല്ലോ. ഒരു 1500 ഉള്ള റൂമാണല്ലോ, 2 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ.
അമ്മയും ജോലിക്ക് പോവാണ്. അപ്പൊ എപ്പോഴും ഉണ്ടാവില്ലല്ലോ റൂമിൽ. അങ്ങനെ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മതിയൊക്കെ അത്യാവശ്യം നല്ലൊരു റൂമൊക്കെ വേണ്ടത്. അതായത് അവർക്ക് കിടക്കണം, അല്ലറച്ചില സാധനങ്ങളൊക്കെ വെക്കണം, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല, എല്ലാം വാങ്ങിയ വേണം. നല്ല കൂട്ടായി, എനിക്ക് കൂട്ടായി. അവിടെ കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. കുഞ്ഞു കുട്ടി മീൻസ് 21 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, 22 വയസ്സോ 21 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഇവിടെ വന്ന് അഫെയറായതാണ്. അഫെയറായിട്ട് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിഞ്ഞിട്ട് 1 year ആയേ. 2 കാസ്റ്റും. അവള് ബുദ്ധിസ്റ്റും ചേട്ടൻ മുസ്ലിംസുമാണ്. ഇപ്പൊ വീട്ടുകാരൊക്കെ അടുത്ത് കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും ഒരുമിച്ച് ദുബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്തായാലും എനിക്ക് കൂട്ടായി. അത് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. അവൾക്ക് ഹിന്ദി അറിയാം, ഒരു നേപ്പാളി ലാംഗ്വേജാണ് സംസാരിക്കുന്നത്, പക്ഷെ ഹിന്ദി അറിയാം. എനിക്കങ്ങനെ ഹിന്ദി അറിയില്ല. കേട്ട ചിലതൊക്കെ മനസ്സിലാവും. ഇവര് 3 പേരും സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുക എനിക്ക് പറയുന്നത്. നമ്മുടെ മറ്റേ ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിൽ റൂം കൊടുക്കാറ്. ഇവിടെ എന്റെ ബ്രദറുണ്ട്, ഇല്ലാതെ എനിക്ക് റൂം കൊടുക്കാറ്. മറ്റേടത്തായാലും അമ്മയില്ലാത്തതുകൊണ്ട് റൂമിൽ സ്പേസ് ഉണ്ട്. വെളിയിൽ കൊണ്ട് വെക്കുന്നില്ല. സാധാരണ ഞാൻ രാവിലെ വെളിയിൽ കൊണ്ട് വെക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഉറക്കമെങ്കിൽ താമസിക്കുന്നുണ്ട്. കാര്യം ഉറങ്ങുമ്പോൾ ഷോപ്പിൽ പോയിട്ട് വരുമ്പോഴത്തേന് താമസിച്ചിട്ടാണ് എത്തുന്നത്. അപ്പൊ പിന്നെ ഇവിടെ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞു കിടക്കുമ്പോഴത്തേക്കും ഒരു സമയമാവും. അതാ പ്രത്യേകിച്ച് തുണികളാണ് നിരത്തിയത്. ഗോപി എനിക്ക് നാളത്തേക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറച്ചിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ചട പഴയുന്ന ഗോകു എല്ലാം ചെയ്തത്. ഞാൻ പറഞ്ഞ വലിയ മൈൻഡില്ല. ഒന്ന് എന്റെ അമ്മ വരണം, അല്ലെ ഗോകുവിന്റെ അമ്മ വരണം. ഗോകു ആദ്യ പേടിയുണ്ടെങ്കിൽ എന്റെ അമ്മേനെയും ഗോകുവിന്റെ അമ്മേനെ ഉള്ളു. പിന്നെ ചേച്ചി ഭയങ്കര പേടിയാട്ടോ. ചേച്ചി എന്ന് പറഞ്ഞാൽ ഗോകുവിന്റെ ചേച്ചീനെ, രണ്ടാമത്തെ ചേച്ചീനെ. ഞാൻ പറഞ്ഞ ആശാനെ അവൻ മൈൻഡാ. അവിടുത്തെ അമ്മയെ വിളിച്ചിട്ട് കുറേ ദിവസമായി. ഞങ്ങളുടെ അമ്മ എന്നെ എന്നും വിളിക്കും. അവിടുത്തെ അമ്മയെ വിളിച്ചിട്ട് 3-4 ദിവസമായി. ഇങ്ങനെ എപ്പോഴൊന്നും വിളിയൊന്നുമില്ല. പക്ഷെ പാവം അമ്മയാണോ, നല്ല അമ്മയാണ്. അമ്മ മീൻസ് അമ്മയുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ ആലോചിക്കാറുണ്ട് എന്റെ സ്വഭാവം ഇത്രയും പാവം അമ്മയും എനിക്ക് ഇങ്ങനെ കിട്ടും. ഞങ്ങളുടെ അമ്മയും പറയും അങ്ങനെയൊക്കെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്കാണ്. ചിലരൊക്കെ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നതാണ്. സോ ആ കാര്യത്തിൽ ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാലുണ്ടായാലും കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് വെക്കണം. ആദ്യം അരി എടുക്കട്ടെ. ഇവിടെ ഞാൻ സോനാ മസൂരി എന്ന് പറഞ്ഞിട്ടുള്ള റൈസാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മറ്റേ അരി തീർന്നില്ല. പക്ഷെ എൻ്റെ ചേട്ടൻ ഇവിടുന്ന് ചോറ് കഴിപ്പൊന്ന് നിർത്തി. ചേട്ടൻ എൻ്റെ ബ്രദർ. അങ്ങനെ പിന്നെ പോയിട്ട് നമ്മുടെ പാലക്കാടൻ മട്ട റൈസ് ഉണ്ടല്ലോ, അത് മേടിപ്പിച്ചു ഗോകുലിന് വേണ്ടിയിട്ട്. ഇപ്പം അതാ വെക്കുന്നത്. അത് വേവാൻ ഇച്ചിരി പാടാവുന്ന ഞാൻ തലേന്നെ ആക്കി വയ്ക്കും. ഒന്ന് തിളപ്പിച്ച് നാളെ എപ്പോഴത്തേന് ജസ്റ്റ് ഒന്നുകൂടെ ചൂടാക്കിയാൽ മാത്രം മതി. എന്നിട്ടാണ് എഴുതിക്കാൻ പറ്റും. പെട്ടെന്ന് പണി കഴിയും. ഞാൻ ചിലപ്പോൾ എണീക്കുമ്പോഴത്തേക്ക് 11 മണിക്ക് കഴിയൂട്ടോ. അതുകൊണ്ടിട്ട് ഇപ്പം ഞാൻ തിളപ്പിച്ചിട്ട് കിടക്കുന്നത്. മീൻകറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തലേന്നെ വെച്ച് നോക്കും. നാളത്തേന് ഞാൻ കൂസ ഇരിപ്പുണ്ട്. മറ്റേ കഴിഞ്ഞ ദിവസം ഗോകുല് കൂട്ടുകാർ 2-3 ചോറ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടന്മാർ കുറേ വെജിറ്റബിൾസ് കൊണ്ടുവന്നു. ഈ നമ്മുടെ
വെണ്ടയ്ക്കയും ഈ കൂസയും ഒക്കെ കൊണ്ടുവന്നു. കൂസ ഞാൻ വെച്ചിട്ടില്ല, അപ്പം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയത് പരിപ്പുമായിട്ട് വെക്കാൻ നല്ലതാണെന്ന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അത് വെക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റിൽ ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂസ ഈ സാധനമാണ് കേട്ടോ കൂസ. ഇത് ആക്ച്വലി അവർ പീൽ ചെയ്ത് വെച്ചാണ്. എന്തിനാണെന്നറിയോ? കറി വയ്ക്കാൻ എന്തോ നോക്കിയതാ, പക്ഷെ അറിയാത്തതുകൊണ്ടിട്ടാണ് എനിക്ക് കൊണ്ട് തന്നത്. ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, നീ എന്താ വെച്ച് ചെയ്യുന്ന കൊണ്ട് തന്നതാ. കുറേ ഇരിപ്പുണ്ട്. ഞാൻ അത് വെച്ചിട്ട് തോരൻ പരിപ്പും കൂടെ വെച്ചൊരു സാധനം ഉണ്ടാക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വെച്ചാൽ സാമ്പാറിൻ്റെ മത്തങ്ങയൊക്കെ ഇരുന്ന് ചീത്തയാവുന്നത് ഞാൻ കണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക്. സാമ്പാറിനാക്കാതെ എന്നോട് മത്തങ്ങ എടുക്കാൻ നേരത്തേനും മത്തങ്ങ ചീത്തയായിപ്പോയി, അഴുകിപ്പോയി. ഫ്രിഡ്ജിൽ എത്രയെന്നും പറഞ്ഞുകൊണ്ടായിരിക്കുക. ഇതൊക്കെ മേടിച്ചിട്ട് ഒരു വട്ടമാണ് ഉണ്ടാക്കിയത്. കാണും തന്നെ ഓട്ടി. നാളത്തേന് സാധാരണ ഞാൻ മീൻകറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടച്ചു വെച്ചൊരു തിള തിളയ്ക്കുമ്പോഴത്തേന് ഓഫാക്കും. പിന്നെ നാളെ എടുത്തിട്ട് ഒന്നും കൂടെ ചൂടാക്കും. ഒന്ന് തിളച്ച് വരുമ്പോൾ എടുത്ത് ഊറ്റും. അപ്പം കറക്റ്റ് പരുവത്തിന് കിട്ടും. മറ്റേ സോന മസൂരി ഉണ്ടല്ലോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാവുമ്പോൾ ഒരു തിള തിളച്ചാൽ മതി. ഇത് 2 തിള തിളയ്ക്കണം. ഇതാകുമ്പോൾ ഗ്യാസും പോവില്ല, എളുപ്പവും പെട്ടെന്ന് വേവുകയും ചെയ്യും. രാവിലെ ആകുമ്പോഴത്തേന് ഒരു 10 മിനിറ്റ് കൊണ്ട് രാവിലെ ഉറപ്പണിയും പണി കഴിയും. രാത്രി കുറച്ച് ഉറപ്പണിച്ചാലും രാവിലെ ആണ് ഉറങ്ങും. പിള്ളേർ ഉറക്കിയാൽ ഇന്ന് 8 മണിയായപ്പോഴത്തേന് എണീച്ചുണ്ട്. ഇനിയും വെള്ളരിക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് എടുക്കാൻ പറ്റൂല. വെറുതെ പൈസ കൊടുത്ത് വെച്ച സാധനം ചീത്തയാക്കി കളയുന്നതിന്. ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ നാളെ എനിക്ക് പണി കുറവായിരിക്കും. അതാ നാളത്തേന് സാമ്പാറും വെണ്ടയ്ക്കും. മീനില്ല, മീനിൻ്റെ ചാറ് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എനിക്കും ഗോകുലും ആനന്ദിനൊക്കെ ഓക്കെയാണ്. ഞങ്ങളുടെ ചേട്ടൻ പക്ഷെ കഴിക്കില്ല മീൻ കറി എടുത്ത്. കഴിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മീൻ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. ചിക്കനൊക്കെ പിന്നെയും കുഴപ്പമില്ല. ഇനി ഞാൻ ഉണ്ടാക്കുന്ന പിടിക്കാനിട്ടാണോ എന്ന് അറിയാൻ വയ്യ. ഞാൻ ചേച്ചിയുടെ അടുത്ത് വിളിച്ചു, ചേച്ചി ഇത് കണക്ക് അണ്ണ ഒരു വക കഴിക്കത്തില്ല ചേച്ചി, എന്ത് കൊടുത്താലും വേണ്ട വേണ്ടെന്ന് പറയും. അങ്ങനെ ചേച്ചി പറഞ്ഞത്. ഇവിടെ വല്യമ്മച്ചി ഉണ്ടാക്കുന്ന മീൻ കറിയില്ല, ചേച്ചി ഉണ്ടാക്കുന്ന 3 എണ്ണം കഴിക്കാറില്ല, അതുകൊണ്ട് വിഷമിക്കണ്ടാന്ന് ഒരു സമാധാനം. അങ്ങനെയാ, ഓരോരുത്തർ അങ്ങനെയാണല്ലോ. എല്ലാവർക്കും പല 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 സ്വഭാവമല്ലേ. കട്ട് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ വാഷ് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. കട്ട് ചെയ്തിട്ട് വെക്കും. ഈ സാധനമാണ്, ഇതിൻ്റെ പേരെന്താ, ബോട്ടിൽ ഗാർഡാണോ ഇത്? അല്ലേ? ആ, ഇത് ഭയങ്കര മെനക്കാടാണ് കട്ട് ചെയ്യാൻ. ഇതിൻ്റെ തൊലി ഭയങ്കര കട്ട് ചെയ്യാം. പക്ഷെ ഇത്രയും മതി. ബാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാലേ പിന്നെ ഒരു ദിവസം തോരൻ വെക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടുകറി ആക്കാം. എല്ലാം കൂടെ എടുത്ത് ചീത്തയാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ വെണ്ടയ്ക്ക അരിയണുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതേ വെണ്ടയ്ക്ക അരിഞ്ഞു, സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചു. ഇതിപ്പം കുറച്ച് വെജിറ്റബിൾസേ ഉള്ളൂ. മത്തങ്ങയും ക്യാരറ്റും വഴുതനങ്ങയും ഒന്നും ഇല്ല. ഉള്ളത് വെച്ചിട്ട് സാമ്പാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണല്ലോ, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ടിയിടാം. പിന്നെ ഞാൻ വെണ്ടയ്ക്കയും തക്കാളിയും ഉള്ളിയും മാത്രമേ ഇപ്പോൾ ഇട്ടിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നാളെ അതാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. ഈ മാറ്റി വെച്ചിരിക്കുന്നതെല്ലാം കേട് വെണ്ടയ്ക്കയാണ്. ഉള്ളിൽ പുഴു ഒരുമാതിരി കറുത്ത കുത്ത് ഉണ്ടെന്ന് കളഞ്ഞ്. കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക. പിള്ളേർ കഴിക്കുന്നതുകൊണ്ടിട്ടേ ഞാൻ എടുത്ത് കളഞ്ഞത്. പണ്ട് ഞാൻ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ
വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിലായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ ഞങ്ങൾക്ക് ഷിഫ്റ്റ് വരുന്നത് രാത്രി 12 മണി തൊട്ട് രാവിലെ 10:50 വരെയായിരുന്നു ഷിഫ്റ്റ് വന്നുകൊണ്ടിരുന്നത്. ചില ദിവസങ്ങളിൽ 8 മണിക്ക് ഇറങ്ങാം. 2 ഫ്ലൈറ്റുള്ള ദിവസങ്ങളിൽ മാത്രം 10:50 ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി ഇടുന്നത് വിയർത്തി ഞാൻ കുളിച്ച് ഒന്നുകൂടെ കുളിച്ച് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും. ആ ഒരു സമയം വേണ്ടിയിട്ട് രാവിലെ ഒരു 6 മണിയാകുമ്പം നമുക്ക് 8 മണിക്ക് ഇറങ്ങണം എന്നുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കൂല, ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കും. ക്യാൻറ്റീനിലേക്ക് ഫുഡൊക്കെ കണക്കാണ് കേട്ടോ. വെളുപ്പിന് രാത്രി പോകുന്നതല്ലേ, അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും വെച്ചുകൊണ്ട് പോകാനോ, ഞാൻ ഹോസ്റ്റലാകുന്നുണ്ട്, PG ആയിട്ട് തന്നത്. ആ ടൈമിൽ ഫുഡും അവിടെ നിന്ന് തന്നെ റൂമിൽ നിന്ന് തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. നമുക്കൊന്നും ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ എടുക്കാനൊന്നും പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കിംഗ് പഠിക്കുന്നത് തന്നെ. അങ്ങനെ എന്താ ക്യാൻറ്റീനിൽ പോയി ഒരു ദിവസം ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് കൂട്ടുകാർ കഴിച്ച് കഴിഞ്ഞില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു വെണ്ടയ്ക്ക എടുത്തിട്ട് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. വെണ്ടയ്ക്ക മാത്രം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണാൻ വെണ്ടയ്ക്കകത്തൊരു പുഴു, വെന്ത വെണ്ടയ്ക്കകത്ത് വെന്ത് കിടക്കുന്നു. അപ്പോൾ കണ്ടിച്ചിട്ടിപ്പോൾ അവരറിയാത്തതാണ്, പക്ഷേ ശ്രദ്ധയില്ല, ഒരു ഫുഡിനോട് ശ്രദ്ധയില്ല. എയർപോർട്ടിലെ ക്യാൻറ്റീനിൽ മാത്രമല്ല, എല്ലാം കണക്കാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് വരെ ഉണ്ടാവുന്നത്, വേറെ എവിടെ എനിക്കറിയത്തില്ല. എൻ്റെ മോനോ. അതുകൊണ്ട് കഴിവതും അവിടെ വർക്ക് ചെയ്യുന്ന ആരും അങ്ങനെ കഴിക്കാറില്ല അവിടുന്ന് ഫുഡ്. ഭയങ്കര കത്തി റേറ്റുമാണ്, എങ്ങനെ വാങ്ങി കഴിക്കുക ഫുഡൊക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതോറിറ്റി ആയിരുന്നു. ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അദാനിയുടെ അല്ലേ, അദാനി എടുത്തു. സോ ഇപ്പം മാറ്റമൊക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയാൻ വയ്യ. വീർത്ത് കുളിക്കുക, വീർത്ത് ഒഴുകുന്നു മുഖത്തുകൂടൊക്കെ. കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്തത്. ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടിയാക്കാമെന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ ഞാൻ തോരനാക്കാം, അതുകൊണ്ടിട്ട് ഇച്ചിരി വലിപ്പത്തിലാക്കിയത്. കണ്ടോ, ഉള്ളിൽ കേട് വന്നിരിക്കുക മൊത്തം, മിക്കവാറുള്ള എല്ലാം അങ്ങനെ തന്നെ. ഞാൻ ആദ്യം 3-4 വെച്ച് ഒരുമിച്ച് അരിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇനി കേട് കണ്ടുകൊണ്ടിട്ട് ഞാൻ ഓരോന്നോരോന്നാക്കി. അന്ന് ഞങ്ങൾ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു, ഇത് ഞങ്ങൾക്ക് വെണ്ടയ്ക്കകത്ത് ഇത് പുഴുവിനെ കണ്ടതുണ്ട്. അന്നേരം അവർ പറഞ്ഞു പ്രോട്ടീനെ കഴിച്ചോളാം. ഇല്ല കണക്കാ. അതുകൊണ്ട് പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യാനും പോയിട്ടില്ല, പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിക്കാനും പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ ചോറ് വെന്തിട്ട് അരി വെന്തു തിളച്ചതുകൊണ്ട് ഞാൻ ഓഫാക്കി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കുക, കുളിക്കുക. കുറച്ച് തുണി കഴുകാനുണ്ട്, കുറേ ഉണ്ട്. ഗൂഗിളിൻ്റെ ഇന്നൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഉണ്ട്, പക്ഷേ ഇതിന്ന് കഴുകുന്നില്ല, നാളെ കഴുകാം. ചെറിയ ശിവയുടെയും കാശിനെയും ചെറിയ ഡ്രസ്സും കഴുകണം. എനിക്കൊന്ന് കുളിക്കാൻ വേണം. തണുത്തുള്ളത് കുറച്ച് നേരം പോയി ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും. കാശിനെ ശിവയുടെ ഒരു ചരിവ് തിരുപ്പുണ്ട്, അതിനകത്ത് ഇരിക്കണതിന് തണുപ്പ്. വെള്ളത്തിൽ എത്ര ഇരുന്നാലും പ്രശ്നമില്ല, പക്ഷെ വെള്ളം കുടിച്ചോളാൻ വേദാഹിക്കുന്നു കാണാൻ. ഞാൻ അവിടെ പോയി ഫ്രിഡ്ജ് തുറന്നപ്പോൾ തന്നെ കാശി എണീറ്റ്. പിന്നെ കാശിനെ ഉറക്കാൻ നോക്കിയപ്പം ഉറങ്ങുന്നില്ല, കരച്ചില്ല. കാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ഇട്ടിങ്ങനെ ട്രൗസർ കുറച്ച് ചെറുതായിരുന്നു, അതിൻ്റെ ആയിരിക്കും വിചാരിച്ചു. അപ്പം അത് ഊരിയിട്ട് ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് അവന് പാകമാണ്. പിന്നെ ഞാൻ പാൽ കൊടുത്തിട്ട് ഇറക്കാൻ നോക്കി, അന്നേരം കരച്ചില്. അപ്പം ഞാൻ തപ്പി നോക്കിയപ്പോൾ ഡയപ്പർ നല്ല ടൈറ്റായിട്ടിരിക്കുന്നത്. പോയിട്ട് വന്നപ്പോഴത്തേനും ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാമെന്ന് വെച്ചപ്പോഴത്തേനും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഡയപ്പർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ആശാൻ ഇട്ട് കൊടുത്തിട്ട് പോയതാ. വെൽക്രോ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്, ഫൈൻ ബേബീൻ്റെ. ലൈക്ക് മറ്റേ ഒട്ടിക്കാൻ ടൈപ്പ് ഉണ്ടല്ലോ അത്. സംസാരിച്ചിട്ട് നടത്താം, ശരി കഴിക്കാം. അപ്പോൾ അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇവൻ ഒട്ടിച്ചു കൊടുത്തപ്പോഴത്തേന് മുറുക്കി ടൈറ്റായിട്ട് ഇവിടെയുള്ള ഈ സൈഡിലുള്ളത് ഇപ്പുറത്തെ സൈഡ് വരെ എത്തുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തായിരുന്നു. നല്ല രീതിക്ക് ടൈറ്റായിപ്പോയി, അതിനാണ് കുഞ്ഞ് കരഞ്ഞത്. അപ്പം ഞാൻ കണ്ടത് രാവിലെ ഒരാൾ അങ്ങനെ കിടക്കേണ്ടി വന്നതിനായിരുന്നു. അയ്യോ എന്താ ചെയ്യുക, അവൻ ഓടി പോകണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് അവൻ പെട്ടെന്ന് ചെയ്തിട്ട് 2 മണിയായി എൻ്റെ പണി നടക്കുക. പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല, എന്നാലും ഇതൊക്കെ ഒടിക്കാനാണെങ്കിൽ കുളിക്കാൻ പറ്റുള്ളതാ.
വെണ്ടയ്ക്ക് തൊട്ട് കഴിഞ്ഞാൽ പാത്രമായാലും കത്തിയായാലും എല്ലാം വീഴുപ്പാകും. പക്ഷെ ടേസ്റ്റും ഇവിടെ കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക. വെണ്ടയ്ക്കുണ്ടെങ്കിൽ ഒരുപാട് ചോറ് കഴിക്കും. ചോറ് കഴിച്ചില്ലെങ്കിലും ആശാൻ നന്നായിട്ട് വെണ്ടയ്ക്ക് മാത്രമായാലും പറയും കഴിക്കും. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെന്ന് വിചാരിക്കും. തുടപ്പം കൂടെ കഴിഞ്ഞാൽ ക്ലീനായി കിച്ചൺ. തൂക്കാനുണ്ട്. പിന്നെ ഗോപു വന്നിട്ട് ഫുഡ് ഞാൻ ഇനിയിപ്പോൾ ഒന്നും കഴിക്കത്തില്ല. രാത്രി ഇപ്പോൾ അങ്ങനെ കഴിപ്പൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് നാളത്തോട്ട് ന്യൂട്രീഷൻ എനിക്കറിയത്തില്ല എന്താവും. ഞാനത് ഫുൾ എടുക്കും. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചേച്ചി അന്നാ പറഞ്ഞത്. പേര് എനിക്ക് തോന്നുന്നു സ്നേഹ എന്താണെന്ന് തോന്നുന്നു പേര് പറഞ്ഞത്. എങ്ങനെയുണ്ടെന്ന് ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു 1 മാസം ഡയറ്റ് പ്ലാൻ എടുത്ത് നോക്ക്, എങ്ങനെയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. പിന്നെ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു സ്വന്തമായിട്ട് ഡയറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്രേവിങ്സ് ഒന്നും തീരൂല. അതാ ഐ മീൻ എനിക്ക് ഈ ചോക്ലേറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണുണ്ടോ. എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. ഞാൻ ഗോകുവിനെ കൊണ്ട് ആകെ വാങ്ങിപ്പിക്കുന്നതും ഈ ചോക്ലേറ്റ്സേ ഉള്ളൂ. സോ അത് കുറച്ച് പണിയാണ്. തിരക്കി താഴത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ രാത്രി ഞാൻ ഇപ്പോൾ ഒരുവിധം പണികളൊക്കെ ഒതുക്കും കേട്ടോ. മുന്നേ ഞാൻ അങ്ങനെ ചെയ്യൂലായിരുന്നു. അതുകൊണ്ട് രാവിലെ അധികം പണിയാവണില്ല. പിള്ളേരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ ഉറങ്ങുമ്പോൾ എന്തായാലും 4 മണി 3 മണിയാവും. ഈ ഗോപു ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വരണമെങ്കിൽ ഒരു സമയമാവും എന്നെ. അപ്പം അവൻ വന്നിട്ട് ഞങ്ങൾ ഉറങ്ങുമ്പോഴത്തേനും ഒരു സമയമാവും. ആ സമയത്ത് എൻ്റെ പണികൾ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം. രാവിലെ പണികളൊന്നും ഇല്ലാതിരിക്കാൻ പറ്റും. ഒരു ഭയങ്കര ഈസിയാണ് എനിക്ക് രാവിലത്തെ ജോലി ചെയ്തുകൊണ്ടിട്ട്. ആവശ്യത്തിന് ഉറക്കവും കിട്ടും, പണിയും നടക്കും, പിള്ളേരുടെ കാര്യം നോക്കാം. ഇല്ലെങ്കിൽ ഫുൾ ടൈം പകല് ഞാൻ കിച്ചണിൽ തന്നെയാണ്. എനിക്ക് പിള്ളേരുടെ കൂടെ ഇരിക്കാൻ സമയം കിട്ടത്തില്ല. ഇവരെ കൂടെ കുളിപ്പിച്ചിട്ടായിരിക്കും ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങുമ്പോഴത്തേന് പിന്നെ ഫുഡ് കൊടുത്തിട്ട് ഞാൻ പിന്നെ കിടത്തി ഓർക്കും. ഇച്ചിരി അവരോട് കളിക്കാനോ എടുക്കാനോ സമയം കിട്ടുന്ന എനിക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പിള്ളേർ മാത്രമല്ലേ ഉള്ളൂ. എന്നാലും എനിക്കങ്ങ് തോന്നും ഇതാകുമ്പോഴത്തേന് ഒരുപാട് സമയം കിട്ടും, പെട്ടെന്ന് പണി ചെയ്യുന്ന കണക്ക്. അപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആരും എനിക്ക് ഇതേമാതിരി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി അങ്ങനെ ചെയ്താൽ മതി, രാത്രി പണികൾ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വലിയ പണികളൊന്നും ഉണ്ടാവില്ല. ചിലർ അമ്മയും രാത്രി ഒന്നും ചെയ്യേണ്ട, രാവിലെ എല്ലാം ചെയ്താൽ പോയെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് രാത്രി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ സമാധാനമായിട്ടിരിക്കുക. ഇനി ഇവിടെ തൂക്കണം. രാത്രിയിൽ വാക്യൂം ചെയ്തില്ല, കാരണം വാക്യൂം ചെയ്യുന്ന എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. അവന്മാരെന്തായാലും എണീക്കും. ഇത് കൊണ്ട് വിരിച്ചിട്ട് റൂമിൽ കുറേ സാധനങ്ങൾ അടുക്കി കറക്കി വെക്കാനുണ്ട്, പിന്നെ കഴുകാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കിടന്നെല്ലാം വാരി വെച്ചു, പക്ഷേ തൂത്തില്ല. അവന്മാരുടെ ടോയ്സ് എല്ലാം കൂടി ഒരു മൂലയ്ക്ക് ആക്കി വെച്ചിട്ടുണ്ട്. തൂക്കണം. ഇപ്പോൾ തൂക്കുന്നില്ല, ഇപ്പോൾ തൂത്ത് ശരിയാവത്തില്ല. ഒന്നരയിലേക്കും ഇവിടെ ഉണ്ട് തൂക്കാൻ. തൂത്തിറക്കാൻ പ്രശ്നമില്ല, വാക്യൂം ചെയ്യാൻ പറ്റത്തില്ലതാ. ഈ പ്ലേസിലാണ് നമ്മൾ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവയ്ക്കുന്നത്. ഞാൻ 2-3 ദിവസമായിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, എടാ 2 ദിവസം ഇന്നലത്തെ ആയി വേസ്റ്റ് എടുത്തിട്ട് പോകുന്നു. ഈവൻ കേൾക്കത്തില്ല. ഒരുപാടാകുമ്പോഴത്തേന് ഞാൻ വഴക്കിട്ട് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകും. ഇപ്പോൾ അടുത്ത് വെളിയിൽ വെച്ച് കാര്യം ഞാൻ രാവിലെ അങ്ങനെ നിർബന്ധിക്കത്തില്ല. കാര്യം എന്താ ഇതുണ്ടാവും,
ഉച്ചയ്ക്ക് കുറിച്ച് പോണ സമയത്ത് ഇപ്പം ഫുഡ് അങ്ങ് കൊണ്ടുപോകും. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ആനന്ദിനും ചേട്ടനും ഒക്കെ ഉള്ളത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കയ്യിൽ പൈസ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോകും പറഞ്ഞുകൊണ്ടിട്ടേ ഞാൻ വെച്ച് ഇതങ്ങ് താഴെ കൊണ്ട് കളഞ്ഞിട്ട് വരാം. ആരോ വേണ്ടിയിട്ട് കഥ പറഞ്ഞിട്ടാ വർത്താനം പറഞ്ഞിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് അയ്യോ നോക്കട്ടെ. എണീറ്റ് ശിവയാ പാല് കൊടുത്തിട്ട് വരാം. ഗോഗു വന്നിട്ട് അടയാളം കാണിച്ചു തരാം. വേണ്ടി ഞാൻ വൃത്തിയാക്കിയിട്ടിട്ട് പോയതാ. കണ്ടോ ഇവിടെ എടുത്തെറിഞ്ഞിട്ട് നീ കിടക്കാണ്. കാശി വച്ച് ശിവ ഉറങ്ങി. പാല് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തേ. ഗോഗു ആ പാലങ്ങ് എടുത്ത് മാറ്റിയേക്കണം. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. മറ്റേ എന്താ വേസ്റ്റ് കളയാൻ പോയിട്ട് അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ഇപ്പോൾ പോണില്ല, കുളിച്ചിട്ട് വരട്ടെ. അതേണ്ടേ ഞാൻ നല്ല ഫുള്ള് കംപ്ലീറ്റ് ആക്കി കേട്ടോ. ഞാൻ കഴിക്കുന്നില്ല കഴിച്ചതാണ്. പിന്നെ ഗോഗു കഴിക്കുന്നുണ്ടപ്പോൾ ഞാനും കൂടെ കഴിച്ചു. ഗോഗു കൈ കഴുകാൻ പോയി. കുളിയും കഴിഞ്ഞതേ ഫുഡും കഴിച്ചു. ഞാൻ കുളി കഴിഞ്ഞപ്പോൾ ഗോഗുവിന് വിശക്കെന്ന് പറഞ്ഞു. പിന്നെ ഫുഡ് കഴിച്ചു. ശരിക്കുള്ള പാല് കാച്ചാൻ വെച്ച്. പിന്നെ ഇനിയിപ്പോൾ എന്താ ഈ പ്രത്യേകിച്ചൊന്നുമില്ല. ബ്രഷ് ചെയ്യണം. എത്ര മണിയായി ഗോഗു? എത്ര മണിയായി? 4 മണിയാ? കുളിക്കുന്നില്ലേ? അവൻ കുളിക്കണം, എന്നിട്ട് കിടക്കും. ഞാൻ പോയി കിടക്കാൻ പോയി. എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങത്തില്ല ഇപ്പോഴേ. 4 മണിയായി. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. രാത്രി ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ നേരത്തെ 9 മണിയൊക്കെ കിടക്കണം. ചില ദിവസങ്ങളിൽ 12 ആവും, 1 ആവും, 2 ആവും, 3 ആവും. നാട്ടിലായതുകൊണ്ട് കറക്റ്റ് സമയത്തിന് ഉറങ്ങും, കറക്റ്റ് സമയത്തിന് എണീക്കും. ഇവിടെ വന്നതിന് ശേഷം തോന്നുന്ന സമയത്തിനാണെങ്കിൽ തോന്നുന്ന സമയത്ത് എണീക്കും. 9 മണിയാകുമ്പോഴത്തേന് ശിവ എണീക്കും. അന്നേരം അവൻ എന്നെ വിളിച്ചാർത്തും. ചില ദിവസങ്ങളിൽ ഭയങ്കര ടയർഡാകുമ്പോഴത്തേന് ശിവ എണീറ്റാൽ ശിവനെ ഞാൻ കുറച്ച് നേരം എടുത്ത് കളിപ്പിച്ചിട്ട് പിന്നെ ഇച്ചിരി പാല് കൊടുത്ത് കഴിയുമ്പോൾ ശിവ കിടന്നുറങ്ങും. അപ്പോൾ ഉറക്കിയിട്ട് പിന്നെ ഞാൻ 12 മണിയാകുമ്പോഴേക്കും എണീക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് എണീറ്റിട്ട് ഞാൻ പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെ കൊണ്ട് നടക്കും. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നു. ജീവിച്ച് പോകണ്ടേ? ഉറക്കം കിട്ടിയിട്ട് 6 മണിക്ക് കഴിഞ്ഞ് ഉറങ്ങണമെന്നാണ് പറയുന്നത്. ശിവയ്ക്ക് പാലും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൊടിയും കൊടുക്കും കേട്ടോ. രണ്ടും മാറി മാറി കൊടുക്കും. രാത്രിയിൽ കൂടുതൽ ഞാൻ ഫ്ലാസ്കിൻ്റെ അകത്താക്കി വയ്ക്കും. ഇന്നും എനിക്ക് അബദ്ധം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ വയ്ക്കും. എന്നിട്ട് തിളച്ച് വരുന്നത് കുറച്ചും കൂടെ തിളക്കത്തിന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നിട്ട് പാല് ഫുള്ള് തിളച്ച് തൂക്കിപ്പോകും. ചൂടാറട്ടെ. അപ്പോഴത്തേനും ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വരാം. അങ്ങനെ ഒരുവിധം എൻ്റെ ഗോവിന് കുളിക്കാനായിട്ട് രാത്രിത്തേക്കുള്ള കുളിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, രാത്രി കിടക്കുന്നതിന് മുമ്പ് സ്കിൻ കെയർ ചെയ്തിട്ട് ഞാൻ കിടക്കാറുള്ളൂ കേട്ടോ. അത് ഒരു ദിവസവും ഞാൻ മുടക്കാറില്ല. രാവിലെയും ചെയ്യും, രാത്രിയിലും ചെയ്യും. ഇതിൽ വെട്ടം പോയി. ഞാൻ ലൈറ്റ് ഇട്ട്, പക്ഷേ ദവന്മാർ എണീക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലോ. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇന്ന് വർത്തമാനം പറയുന്നില്ല. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു നൈറ്റ് റൂട്ടീൻ ഇങ്ങനെയൊക്കെ പോവും. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റമൊന്നും ഉണ്ടാവാറില്ല. കൊടുത്ത് 4 മണി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.